ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയും മുൻ തിരുവാഭരണം കമ്മീഷണറുമായ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. SIT കസ്റ്റഡിയിൽ 4 മണിവരെ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഡിസംബർ 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? 4 മണിവരെ SITയുടെ കസ്റ്റഡിയിലായിരുന്നു ബൈജു ഉണ്ടായിരുന്നത്. എന്തെല്ലാം നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്? നീലിമ തിരുവാഭരണം കമ്മീഷണറായിരുന്ന കാലത്ത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അതായത് ഈ പ്രതികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകി. അതോടൊപ്പം തന്നെ ഈ KS ബൈജുവിൻ്റെ അസാന്നിധ്യമൊക്കെ വലിയ ദുരൂഹതയാണ് എന്നുള്ള കണ്ടെത്തലിലാണ് ഈ KS ബൈജുവിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ KS ബൈജുവിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ മറ്റുള്ള അറസ്റ്റുകൾ കൂടെ ഉണ്ടായി. എന്തായാലും ഇന്ന് ഈ KS ബൈജു ഈ ജാമ്യാപേക്ഷ നൽകിയതിനെ തുടർന്ന് ഇന്ന് വിധി പറയുമെന്നാണ് വിജിലൻസ് കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ ഈ KS ബൈജു സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്ന് SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. കസ്റ്റഡി അപേക്ഷയെ തുടർന്ന് ഒരു ദിവസത്തേക്ക് KS ബൈജുവിനെ SIT സംഘത്തിന് വിട്ടു നൽകി. കൊല്ലം ജില്ലയിൽ വെച്ച് തന്നെയാണ് SIT KS ബൈജുവിനെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലൂടെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് SITയുടെ തീരുമാനം. എന്തായാലും നിലവിലെ കേസുകളിൽ, അതായത് ഈ സ്വർണ്ണപ്പാളി കവർച്ചയും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസും, ഈ കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുടെ കേസും പ്രതിയാണ് KS ബൈജു. ദ്വാരപാലക ശില്പ കേസിലെ 7ാം പ്രതിയും ഈ കട്ടിളപ്പാളി കവർച്ച കേസിലെ 4ാം പ്രതിയുമാണ് KS ബൈജു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഗൗരവമായിട്ടുള്ള ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദം. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ KS ബൈജുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 4 മണി വരെ KS ബൈജുവിനെ SIT സംഘം ചോദ്യം ചെയ്തു. നിർണായകമായിട്ടുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ കോടതിയിൽ ഹാജരാക്കി വീണ്ടും ഡിസംബർ 11 വരെയാണ് KS ബൈജുവിനെ റിമാൻഡ് ചെയ്തത്. എന്തായാലും റിമാൻഡ് കാലാവധി നീട്ടി നൽകുകയാണ്. വീണ്ടും എല്ലാ പ്രതികളെയും, അതായത് ജാമ്യ ഹർജി സമർപ്പിച്ച എല്ലാ പ്രതികളെയും നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെ വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നു. അതൊക്കെ തള്ളിക്കൊണ്ട് വീണ്ടും റിമാൻഡ് കാലാവധി കൂട്ടി നൽകുകയാണ്. എന്തായാലും അന്വേഷണം KS ബൈജു അപ്പോൾ ഡിസംബർ 12 വരെ